ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ 15ാമത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. നമ്മൾ ദിവസവും കാണുന്ന പല അത്ഭുതങ്ങൾക്കും പിന്നിൽ എന്തുണ്ട്, ഒരു ശാസ്ത്രമുണ്ട് അല്ലേ. ചിലപ്പോൾ പ്ലാസ്റ്റിക് ചീപ്പ് മുടിയിൽ ഉരച്ചാൽ ചെറിയ കടലാസ് കഷ്ണങ്ങൾ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും പരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ബലൂണ് മുടിയിൽ ഉരച്ചാൽ അത് ചുമരിലൊട്ടുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിലെ ശാസ്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ഥിത വൈദ്യുതി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെ? ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഒരു ആറ്റം പ്രധാനമായും 3 കണങ്ങൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഓക്കെ, ഇനി ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ കേട്ടോ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ കേട്ടോ. പ്രോട്ടോണിന് +1 പോസിറ്റീവ് ചാർജ് ഉണ്ട് കേട്ടോ. ഇത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടോണിന് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? +1 ആണ് കേട്ടോ. നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ് കേട്ടോ. ഇലക്ട്രോണിന് -1 നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഊർജ്ജ നിലകളിലൂടെ സഞ്ചരിക്കുന്നു. ഇലക്ട്രോണൊക്കെ ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഊർജ്ജ നിലകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണോ? യെസ്, തുല്യമാണ് അല്ലേ. ഒരു സാധാരണ ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരുപോലെയാണ്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉണ്ട് അല്ലേ. അപ്പോൾ അതുമാണ് പറയുന്നത് ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. നോട്ട് ചെയ്തോളൂ. ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി നിർവീര്യമാണ് കേട്ടോ. അതായത് പ്രോട്ടോണുകളുടെ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകളുടെ നെഗറ്റീവ് ചാർജും തുല്യമായതിനാൽ അവ പരസ്പരം സന്തുലിതമാകുന്നു. അതുകൊണ്ട് ആറ്റത്തിന് ആകെ ചാർജ് എത്രയാണ്? 0 അതിനാലാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് ഏത്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഇലക്ട്രോൺ സ്വീകരിക്കുന്നതാണ് കേട്ടോ. സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് കേട്ടോ. ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളേക്കാൾ കൂടുതലാകും. അതുകൊണ്ട് തന്നെ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക. ഇനി ഈ കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. സിൽക്കിന് ലഭിക്കുന്ന ചാർജ് നെഗറ്റീവ് ആയിരിക്കും. സിൽക്ക് അവിടെ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ് റോഡ് ഇലക്ട്രോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാർജ് വരുന്നത്. ഉരസുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോണുകൾ സിൽക്കിലേക്ക് പോകുന്നു. അതിനാൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവും സിൽക്കിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. ഈ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. എബണൈറ്റ്, കമ്പിളി എന്നിവ തമ്മിൽ ഉരസുമ്പോൾ എബണൈറ്റിന് ലഭിക്കുന്ന ചാർജ് നെഗറ്റീവും കമ്പിളിക്ക് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവും ആയിരിക്കും. അതായത് കമ്പിളിയിൽ നിന്ന് ഇലക്ട്രോണുകൾ എബണൈറ്റിലേക്ക് പോകുന്നു. അതിനാൽ എബണൈറ്റിന് നെഗറ്റീവ് ചാർജും കമ്പിളിക്ക് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. റബ്ബർ ദണ്ടും കമ്പിളിയും കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ആർക്കാണ് നെഗറ്റീവ് ചാർജ്, ഏതിനാണ് പോസിറ്റീവ് ചാർജ് എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉരസുമ്പോൾ കമ്പിളിയിൽ നിന്ന് ഇലക്ട്രോണുകൾ റബ്ബർ ദണ്ടിലേക്ക് പോകുന്നു. അതിനാൽ റബ്ബർ ദണ്ടിന് നെഗറ്റീവ് ചാർജും കമ്പിളിക്ക് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനം ഏതാണ്? വൈദ്യുതീകരണമാണ് കേട്ടോ. വൈദ്യുതീകരണം അഥവാ ചാർജീകരണം എന്നും പറയാം. ഒരു വസ്തുവിനെ വൈദ്യുത
ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് കേട്ടോ. ഒരു വസ്തുവിന് ഇലക്ട്രോണുകൾ ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്ത് ചാർജ് ലഭിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുതീകരണം അഥവാ ചാർജിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിലുള്ള വൈദ്യുത ചാർജ് ആ വസ്തുവിൽ തന്നെ ഒരേ സ്ഥാനത്ത് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം ഏതാണ്? സ്ഥിതവൈദ്യുതിയാണ് കേട്ടോ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിലുള്ള വൈദ്യുത ചാർജ് ആ വസ്തുവിൽ തന്നെ ഒരേ സ്ഥാനത്ത് തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്താണ് പറയുന്നത്? സ്ഥിതവൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. ഇവിടെ ചാർജ് ഒഴുകാതെ ഒരു സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്നതാണ് സ്ഥിതവൈദ്യുതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട് കേട്ടോ. ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിൽ താൽക്കാലികമായി ചാർജ് ക്രമീകരണം ഉണ്ടാക്കി അതിനെ ആകർഷിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത്, വിജാതീയ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. അതായത് പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ വ്യത്യസ്ത ചാർജുകൾ പരസ്പരം എന്ത് ചെയ്യും? ആകർഷിക്കും. അടുത്തത്, സജാതീയ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്? വികർഷിക്കുന്നു. നമ്മൾ കാന്തത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലേ, ആ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. രണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകൾ പരസ്പരം അകന്നു പോകുന്നു. ഇതാണ് വികർഷണം എന്ന് പറയുന്നത് അല്ലേ. അടുത്തത്, വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗം ഏതാണ്? ഒരു വസ്തുവിന് ചാർജ് ഉണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ അതിനുള്ള മാർഗമാണ് വികർഷണം കേട്ടോ. ഓക്കെ, എന്താണ് അപ്പോൾ വികർഷണം? രണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ എപ്പോഴും പരസ്പരം അകന്നാണ് പോകുക അല്ലേ. അപ്പോൾ അതാണ് വികർഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ ആകർഷണം ചാർജ് ഇല്ലാത്ത വസ്തുവിലും സംഭവിക്കാം. എന്നാൽ വികർഷണം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് വസ്തുവിലും ഒരേ തരത്തിലുള്ള ചാർജ് ഉണ്ടെന്ന് ഉറപ്പിക്കാനാകൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ്. ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളമാണ് അല്ലേ. വൈദ്യുത ചാർജിൻ്റെ SI യൂണിറ്റ് ആണ് കൂളം. ചാർജ് ഒരു അദിശ അളവാണ് അല്ലേ. ചാർജിന് അളവ് മാത്രമേ ഉള്ളൂ, ദിശ ഉണ്ടോ? ഇല്ല. അതിനാൽ ഇത് ഒരു സ്കാലാർ അഥവാ അദിശ അളവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിര വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം എന്ന് പറയുന്നത് ഇലക്ട്രോസ്കോപ്പാണ്. ഒരു വസ്തുവിൽ സ്ഥിതവൈദ്യുത ചാർജ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം ഏതാണ്? ഡിസ്ചാർജിങ് ആണ്. ഒരു വസ്തുവിലുള്ള അധിക ചാർജ് നീക്കം ചെയ്ത് അതിനെ വീണ്ടും ചാർജ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാക്കുന്ന പ്രക്രിയയാണ് ഈ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോളൂ, ഒരു വസ്തുവിലുള്ള അധിക ചാർജ് നീക്കം ചെയ്ത് അതിനെ വീണ്ടും ചാർജ് ഇല്ലാത്ത അവസ്ഥയിലാക്കുന്ന പ്രക്രിയയാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിലെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? എർത്തിങ് ആണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉപകരണത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് ലോഹഭാഗത്തിൽ വൈദ്യുത ചാർജ് വന്നാൽ ആ ചാർജ് ഭൂമിയിലേക്ക് സുരക്ഷിതമായി ഒഴുകിപ്പോകാൻ എന്ത് സഹായിക്കുന്നുണ്ട്? എർത്തിങ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ ഇലക്ട്രിക് ഷോക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഭൂമി തന്നെയാണ് കേട്ടോ. ഭൂമിക്ക് അനന്തമായ അളവിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കാനോ നൽകാനോ കഴിയും. അതുകൊണ്ടാണ് ഭൂമിയെ ഇലക്ട്രോണുകളുടെ ബാങ്ക് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. സമ്പർക്കം വഴിയുള്ള ചാർജിങ്ങിൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചാർജ് ചെയ്ത വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിക്കുമ്പോൾ ചാർജ് കൈമാറ്റം നടക്കും. തുടർന്ന് രണ്ടിനും ഒരേ തരത്തിലുള്ള ചാർജ്, അതായത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ലഭിക്കും. ഓക്കെ, ദെൻ ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണം നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്ഥിതവൈദ്യുത പ്രേരണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, അതായത് സ്ഥിതവൈദ്യുത പ്രേരണം എന്ന് വെച്ചാൽ
ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിതവൈദ്യുത പ്രേരണം. അതായത് സ്പർശിക്കാതെ തന്നെ ഒരു ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സ്വാധീനത്താൽ മറ്റൊരു വസ്തുവിലെ ചാർജുകൾ പുനഃക്രമീകരിക്കപ്പെടുന്നതാണ് സ്ഥിതവൈദ്യുത പ്രേരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും കേട്ടോ. അതായത് ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ചാർജ് ചെയ്താൽ ലഭിക്കുന്ന ചാർജ് എങ്ങനെയാണ്? ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. ഇപ്പോൾ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്കോപ്പിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി അതല്ല, ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോസ്കോപ്പിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജ് സംഭരിക്കാൻ കഴിയുന്ന ഉപകരണം ഏതാണ്? കപ്പാസിറ്റർ ആണ് കേട്ടോ. വൈദ്യുത ചാർജ് താൽക്കാലികമായി സംഭരിക്കുന്ന ഉപകരണമാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററാണ് ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ ഇടുന്ന ഇൻസുലേറ്ററാണ് ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്തോളൂ, ചോദിച്ചിട്ടുള്ളതാണ്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റുകൾക്കിടയിൽ ഇടുന്ന ഇൻസുലേറ്റർ ഏതാണ്? ഡൈ ഇലക്ട്രിക് എന്നാണ് അറിയപ്പെടുന്നത്. ഡൈ ഇലക്ട്രിക്കുകളുടെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വായു, പേപ്പർ, പോളിയസ്റ്റർ. ഓക്കെ, വൈദ്യുതി കടത്തിവിടാത്തതിനാൽ ഇവ കപ്പാസിറ്ററുകളുടെ ഡൈ ഇലക്ട്രിക്കുകളായി ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? വായു, പേപ്പർ, പോളിയസ്റ്റർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചാർജ് സംഭരിക്കാനുള്ള ശേഷിയെ നമ്മൾ കപ്പാസിറ്റൻസ് എന്നാണ് പറയുന്നത്. ചാർജ് സംഭരിക്കാനുള്ള ശേഷിയെ നമ്മൾ എന്താണ് പറയുന്നത്? കപ്പാസിറ്റൻസ് എന്നാണ് പറയുന്നത്. ഒരു കപ്പാസിറ്ററിന് എത്രമാത്രം ചാർജ് സംഭരിക്കാൻ കഴിയും എന്നതാണ് കപ്പാസിറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ് കേട്ടോ. കപ്പാസിറ്റൻസ് അളക്കുന്നതിനുള്ള SI യൂണിറ്റ് ഏതാണ്? ഫാരഡ് ആണ്. ഇനി പറയുന്ന കാര്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു ചാലകത്തിൽ ചാർജ് ഉപരിതലത്തിൽ മാത്രമേ വിതരണം ചെയ്യപ്പെടുകയുള്ളൂ. കൂർന്ന ഭാഗങ്ങളിൽ ചാർജ് എപ്പോഴും കൂടുതലായിരിക്കും കേട്ടോ. ചാലകത്തിലെ ചാർജുകൾ ഉപരിതലത്തിൽ വ്യാപിക്കുകയും കൂർന്ന അഗ്രഭാഗങ്ങളിൽ കൂടുതൽ സാന്ദ്രമാവുകയും ചെയ്യുന്നു. അടുത്ത കാര്യം, ലൈറ്റ്നിങ്, മിന്നൽ അല്ലേ? എന്താണിത്? മിന്നൽ എന്ന് പറഞ്ഞാൽ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ എന്ന് പറയുന്നത് കേട്ടോ. മേഘങ്ങൾക്കിടയിലോ മേഘവും ഭൂമിയും തമ്മിലോ ചാർജ് പെട്ടെന്ന് ഒഴുകുമ്പോൾ മിന്നൽ ഉണ്ടാകുന്നു. ഓക്കെ, എന്നാൽ ഇടിനാദം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? തണ്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വളരെ ഉയർന്ന താപനിലയിൽ വായു ക്രമാതീതമായി വികസിക്കുന്നത് മൂലമുള്ള പ്രകമ്പനമാണ് തണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. മിന്നലിൻ്റെ ചൂടിൽ വായു പെട്ടെന്ന് വികസിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന ശബ്ദ തരംഗമാണ് ഇടി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, വൈദ്യുത ചാർജുകളെ പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് നാമകരണം ചെയ്തത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. വൈദ്യുത ചാർജുകൾക്ക് പോസിറ്റീവ്, നെഗറ്റീവ് എന്ന പേരുകൾ നൽകിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അടുത്തത്, മിന്നൽ രക്ഷാചാലകം കണ്ടെത്തിയതും ആര് തന്നെയാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തന്നെയാണ് കേട്ടോ. കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്ന മിന്നൽ രക്ഷാചാലകം, ലൈറ്റ്നിങ് റോഡ് കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. ഇനി മിന്നലിൻ്റെ കാരണം വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണെന്ന് കണ്ടെത്തിയതും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തന്നെയാണ്. മിന്നൽ എന്നത് വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അപ്പോൾ നമ്മളിന്ന് എന്താ പഠിച്ചത്? സ്ഥിതവൈദ്യുതി അല്ലേ? സ്ഥിതവൈദ്യുതി എന്നത് ഒരു വസ്തുവിൽ നിശ്ചലമായി സംഭരിക്കപ്പെട്ടിരിക്കുന്ന വൈദ്യുത ചാർജാണ്. അപ്പോൾ ചാർജുകളുടെ രൂപീകരണം, പ്രേരണം, കപ്പാസിറ്റർ, മിന്നൽ, അങ്ങനെ കുറേ പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു. ഇതോടെ സ്ഥിതവൈദ്യുതിയെക്കുറിച്ചുള്ള പ്രധാന ആശയങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.